അതിമനോഹരമായ മനുഷ്യകഥയാണ് ബുദ്ധൻ്റേത്. ബോധോദയത്തിനു വേണ്ടി സകലതും ത്യജിച്ച ഒരു മനുഷ്യൻ. കൊട്ടാരം ഉപേക്ഷിച്ചിറങ്ങുന്നതിന് തൊട്ടു തലേ ദിവസം ഗൗതമ ബുദ്ധന്റെ പത്നി ഒരു കുഞ്ഞിന് ജന്മം നൽകി. കൊട്ടാരം വിട്ടിറങ്ങുന്നതിന് തൊട്ടു മുൻപ് തൻ്റെയും ഭാര്യയുടെയും സ്നേഹത്തിന്റെ പ്രതീകമായ കുഞ്ഞിന്റെ മുഖം കാണാൻ അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചു. ഭാര്യയുടെ കിടപ്പുമുറിക്കരികിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. കമ്പിളി നീക്കി ആ കൊച്ചു കുഞ്ഞിന്റെ മുഖം ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് കൊതിയായി വയ്യ. ഇനി എന്നെങ്കിലും തിരിച്ചു വരുമോ എന്ന് ഉറപ്പു പറയാൻ അദ്ദേഹത്തിന് ആവുമായിരുന്നില്ല. അജ്ഞാതമായ ഏതോ തീർത്ഥാടനത്തിന് ഇറങ്ങുകയായിരുന്നു അദ്ദേഹം. രാജ്യം, ഭാര്യ, കുട്ടി, എന്തിന് തന്നെയും ആ ബോധോദയത്തിന് വേണ്ടി അദ്ദേഹം ഉപേക്ഷിച്ചു. 6 കൊല്ലം കഠിനമായി ശ്രമിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ബോധോദയം ഉണ്ടായില്ല അദ്ദേഹത്തിന്. എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ ഒരു സന്ധ്യയിൽ മനുഷ്യപ്രയത്നത്തിന്റെ നിഷ്ഫലത അദ്ദേഹം കണ്ടു. 6 കൊല്ലത്തിൽ ആദ്യമായി അദ്ദേഹം വെറുതെ ഒരിടത്തിരുന്നു. ഒന്നും തന്നെ നേടിയെടുക്കാനല്ലാതെ, വെറുതെ ദാനിക്കുക പോലും ചെയ്യാതെ ശുദ്ധശൂന്യമായി അദ്ദേഹം ഇരുന്നു. പ്രഭാതമായപ്പോഴേക്കും അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി മാറി. 6 കൊല്ലത്തെ വിഡ്ഢിത്തമോർത്ത് അദ്ദേഹം സ്വയം ചിരിച്ചു. അദ്ദേഹം പ്രബുദ്ധനായി. അതായത് നിങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുന്നിടത്ത് വെച്ചാണ് ബോധോദയം സംഭവിക്കുന്നത്. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ അഹവും അവശേഷിക്കും. അങ്ങനെ 49 ദിവസം നീണ്ട ധ്യാനത്തിനൊടുവിൽ 35-ാം വയസ്സിൽ അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചു. ശേഷമാണ് അദ്ദേഹം ബുദ്ധൻ എന്നറിയപ്പെട്ടത്.